എടാ രാവിലെ വണ്ടിയുമായിട്ട് കോളേജിലേക്ക് പോയപ്പോഴാണ് നിന്നോട് പറഞ്ഞതല്ലേ വണ്ടി ഓടിക്കാൻ കൊടുക്കരുതെന്ന്. അങ്ങനെ അത് ഇല്ല ഡാഡി, പപ്പൻ ചേട്ടൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല. പിന്നെ പപ്പൻ ചേട്ടൻ തന്നെയാ വണ്ടി ഓടിച്ചത്. ആക്സിഡന്റ് ഉണ്ടായപ്പോഴോ? ഒന്നും പറയണ്ട ഡാഡി, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുന്നു, പപ്പൻ ചേട്ടൻ ഫ്രണ്ട് സീറ്റിലും. വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോ പുറകോട്ട് തിരിഞ്ഞു തുടങ്ങും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് കണ്ട സിനിമയുടെ കഥ പറയാൻ. വണ്ടി ഓടിക്കുമ്പോ കഥ പറയണ്ട, കഥ വൈകിട്ട് മതിയെന്ന് പറഞ്ഞാൽ കേൾക്കൂല. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ചും ജോലി ചെയ്തൊക്കെ മതി. പോട്ടെ ഡാഡി, നമ്മളായിട്ട് ഒരുത്തന്റെ വയറ്റിപ്പഴുപ്പ് ഇല്ലാതാക്കണ്ട. ഇനി മുതൽ സൂക്ഷിച്ചോണം. വേണ്ട വേണ്ട, ഇങ്ങനെ തരം വെച്ചു കൊടുത്താൽ ഞാനല്ലേ ഡാഡി പറയുന്നത്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിച്ചേക്ക്. ഇനി ഇതുപോലെ വല്ലതും ഉണ്ടായാൽ റെക്കമെൻഡേഷൻ എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ശരി ശരി. ആ സ്കൂട്ടറുകാരന് വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട കാശ് എത്രയാന്ന് വെച്ചാ രാവിലെ ഓഫീസിൽ ചെന്ന് വാങ്ങിച്ചോ. പിന്നൊരു കാര്യം, ആ കാശ് ഞാൻ നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ഇനി മേല നീ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകണ്ട. അഥവാ പോയാൽ തന്നെ കണ്ട സിനിമയുടെ ചവറ് കഥയൊന്നും എന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണ്ട. മനസ്സിലായോ? കുഞ്ഞെ അവിടെ നിന്നേ. എന്താ? ആക്സിഡന്റ് സ്ഥലത്ത് ഞാനാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞു. അത് പിന്നെ പോട്ടെ, അവിടെ നിന്ന് പിഴയ്ക്കാനാണെന്ന് നോക്കാം. ഇവിടെ അങ്ങുന്നിന്റെ മുമ്പില് ഇതൊരു കൊടും ചതിയായി പോയി കുഞ്ഞെ. സെക്കൻഡ് ഷോ സിനിമയുടെ കഥ പറഞ്ഞെന്ന് ഞാൻ സിനിമ കണ്ട കാലം മറന്നു. ജ്ഞാനസുന്ദരി കണ്ടതിൽ പിന്നെ ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ജോലി പോവാതെ ഞാൻ ഒപ്പിച്ചില്ലേ, അതുപോരെ? വർക്ക്ഷോപ്പിലെ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ ഞാൻ എവിടെ നിർത്താ ചെലവിന് കൊടുക്കുക? വെരി സിമ്പിൾ. മാസാമാസം ഡാഡി പിടിക്കുന്ന കാശ് എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ തരുന്നു. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ അപ്സെറ്റ് ആയല്ലോ പാപ്പൻ ചേട്ടാ. കുറെ കൂടി ചങ്കുറപ്പ് വേണ്ടേ? എന്റെ മോളെ, നീ എന്റെ ജീവനും കൊണ്ടേ പോ. കയ്യിൽ കുറച്ച് കാശ് വന്നുപോയി, അതിന്റെ അന്തസ് കാണിക്കാനും നാലാളുടെ മുമ്പിൽ ആളാകാനും വേണ്ടി. എന്നാലും എന്റെ പൊന്നു മക്കളെ, ഈ കുപ്പായിച്ചിരി കട്ടിയ. എന്റെ പൊന്നപ്പ ഒന്ന് ചൊറിയാണ്ടിരി. നോക്കൂ, അവര് വരുമ്പോഴും അപ്പൻ ഇങ്ങനെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പൊന്നു മക്കളെ, എനിക്ക് ഈ കാൽസറായിട്ട് അപ്പ തുടങ്ങും ചൊറിയാൻ. നല്ല ഒന്നാം തരം ചേന്നമംഗലം കൈലിയും പെന്നിനാ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള അല്ലടാ. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഇടുന്നത്. എന്ത് ചെയ്യാം, കാലത്തിന്റെ ഓരോ പോക്കേ. ഓ എന്റെ അപ്പാ, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക, അവിടെ എന്തിരുന്നിട്ട് അപ്പൻ ഈ ചൊറിച്ചിൽ ചൊറിയുന്നത്? അപ്പൻ അപ്പന്റേതായ ഒരു സ്റ്റൈലിൽ അങ്ങനെ. എടാ മക്കളെ, ഞാൻ നിങ്ങളെ പോലെ കുട്ടിക്കുറായും യാട്ടിലും ഒന്നും തേച്ചിട്ടല്ല വളർന്നത്. നല്ല ഒന്നാന്തരം മീൻചതുമ്പലിന്റെ ഇടയിൽ കടലിലും കടപ്പുറത്തും കിടന്ന് ചോര വെള്ളമാക്കിയിട്ടാണ് നീർന്നു നിൽക്കാൻ പഠിച്ചത്. അതിന്റെ കുറെ ചൊറിച്ചിൽ കാണും. എന്തു പറഞ്ഞാലും അപ്പ തുടങ്ങും കുറെ നാറുന്ന പഴംപുരാണങ്ങൾ. ഈ അപ്പന്റെ ഒരു സ്വഭാവം അതെങ്ങനെയാ? കാക്കുളിച്ച കൊക്കാവും. അപ്പ പൈപ്പ് അങ്ങനല്ല പിടിക്കേണ്ടത്, ഇതാ ഇങ്ങനെയാ. എങ്ങനെയെങ്കിലും പിടിച്ചാ പോരടാ. അയ്യോ അത് പോരപ്പാ. സർക്കാരിനെ നാട്ടുകാരെയും കവളിപ്പിച്ച് 5-6 പുത്തൻ തട്ടിക്കൂട്ടി നേരിച്ച് മൂലം മറക്കരുത്. ദൈവദോഷം ഉണ്ടാവും. അലച്ചാണ്ട ചെയ്യല്. അപ്പനൊന്നും മറക്കണ്ട, തൽക്കാലം ഒന്നും ഉണ്ടായിരുന്നാ മതി. ഇന്ന് അത് വലിച്ചോണ്ടിരി. പന്നാടെ കേട്ട സേട്ടൂന് എന്താ ഇതുവരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്തത്? എനിക്ക് ഇതും കൂടെ ആയപ്പോ ആകെ ഒരു പ്രശ്നം. അപ്പ ഒന്ന് ചുമക്കാതിരി. പൈപ്പ് വലിച്ച് ചുമക്കാന്ന് പറഞ്ഞാൽ തന്നെ നാണക്കട. നീ പോയി 2 എണ്ണം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടത് സോഡ അതൊക്കെ ഒഴിച്ച് വെറുതെ പോകണം എടുത്തണ്ട. അത്ര നിർബന്ധമാണേ. 2 ഐസ് കെട്ട് ഇട്ടു. ഞാൻ കൂടെ. പിടിച്ചേ, എനിക്കൊരു സംശയം. അന്ന് ഹോട്ടൽ റെയ്ഡ് നടന്നപ്പോ നമ്മുടെ സിൻഹയെ പിടിച്ചത് രവീന്ദ്രൻ എന്ന് പേരുള്ള ഒരു ഓഫീസറാണെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ ഇങ്ങനെ നാണക്കുട്ടൻ നായരുടെ പേര് പത്രത്തിൽ വന്നത്? അതല്ലേ അതിന്റെ ഒരു കളി. നാണക്കുട്ടൻ നായർ ആരാ പുള്ളി? അയാളെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അറിവ് തന്നേനെ. ഏതായാലും വകതിരി കേട്ട പിള്ളേര് കയറി പിടിച്ചു. എന്നാ പിന്നെ അത് അയാളുടെ കണക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. സർക്കാരിനും വല്ലപ്പോഴും സന്തോഷമാകട്ടെ. ജില്ലയല്ലേ കാര്യപ്പെടാ മോൻ. പക്ഷെ ദോഷം പറയരുതല്ലോ, നന്ദിയുള്ളവനാ. കൊടുക്കുന്ന കാശിനുള്ള കൂറ് നമ്മോട് അവനുണ്ട്. മുതലാളി, ഏതാ ഡബിള്? എല്ലാം ഡബിളാ. അപ്പാ,
ഈ ഫ്രെഡിച്ചായൻ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ നമ്മുടെ 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പിടിച്ചത്. അന്ന് ഞങ്ങളെ കൂടെ കൂട്ടിന് കൊണ്ടുവരുന്ന ഇങ്ങനെ വല്ല സംഭവിക്കായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനെങ്കിലും ഊരിഞ്ഞു പോന്നു. അതവൻ പറഞ്ഞാ ശരി. 3 കൂടെ പോരുന്ന ഇപ്പൊ സിനിമയോട് അഴിക്കാത്ത കിടന്നേനെ. 4 ലക്ഷം രൂപയുടെ ഉരുപ്പടികളാ പോയത്. പോട്ടപ്പ 400 കിട്ടുമ്പോ 4 ലക്ഷം ഒരു പ്രശ്നമാണ്. ഹലോ, യെസ് സ്പീക്കിംഗ്. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫിക്സ് ഇറ്റ് അപ്പ് ഫോർ ടുമോറോ. ഓക്കെ, താങ്ക് യു. അപ്പോ സേട്ട് നാളെ വരുള്ളൂ. എന്നാ പിന്നെ അതൊക്കെ നേരത്തെ പറഞ്ഞു വരയ്ക്കാൻ പാടില്ലായിരുന്നു. 4-5 കോടിയുടെ ഏർപ്പാടെന്നിരിച്ച് ഞാൻ ഈ കുന്ത്രാണ്ടൊക്കെ വലിച്ചു വാരിയിട്ടത്. എടാ മരതോ, നീ ഒരു കാര്യം ചെയ്. ആ കുപ്പിയും ഗ്ലാസ് ഒക്കെ എടുത്ത് മിറ്റത്ത് പോയി. ഞാനിതൊക്കെ ഒന്ന് ഊരി കളഞ്ഞിട്ട് മുണ്ടും പെണ്ണിനും എടുത്തോണ്ട് വരാം. ആ അപ്പനുള്ളത് മുറ്റത്ത് പോവാ, ഞങ്ങൾക്കുള്ളത് മുറിയില്. മനസ്സിലായി? ശരി. കുഞ്ഞെ, ഞാൻ നമ്മുടെ കസ്റ്റംസ് നിൽക്കുന്നു. ആ വണ്ടി നിർത്തു. ഹലോ ഹലോ. വർക്ക്ഷോപ്പിലേക്കുള്ള കാശ് കൊടുത്തയച്ചത് കിട്ടിയോ? കിട്ടി. ഓഫീസിൽ പോയി നിൽക്കുകയായിരിക്കും. അതെ. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. ഞാൻ ബസ്സിൽ പോയിക്കോളാം. പേടിക്കണ്ട, ഇന്ന് ആക്സിഡന്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ, സാരഥി വേറെയാണ്. വേണ്ട, താങ്ക്സ്. കം ഓൺ പ്ലീസ്. വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. അയ്യോ, ഇന്ന് ബസ്സൊക്കെ സ്ട്രൈക്കാണ്, അറിഞ്ഞില്ലേ? ഇല്ല. വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പോട്ടെ. അല്ല, ബസ് സ്ട്രൈക്ക് ആണെങ്കിൽ ഞാനും കൂടെ വരട്ടെ? ഒരു ലിഫ്റ്റ്. അങ്ങനെ വഴിക്ക് വാ സാറേ. കം ഓൺ. താങ്ക് യു. അല്ല, ഇന്ന് ബസ് സ്ട്രൈക്ക് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നുണ കാച്ചിയില്ലായിരുന്നെങ്കിൽ സാറ് ഈ വണ്ടിയിൽ കയറുമായിരുന്നു. ഓഹോ, അപ്പൊ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ ആള്. ആ, വണ്ടി നിർത്താൻ. ആ, എന്ത് പറ്റി? എന്താ സാറേ? ഇന്നാളൊരു ദിവസം കാര്യസായത്തിന് കള്ളക്കരച്ചിൽ. ഇപ്പൊ ദേ പച്ച നുണ. ഇനി കാര്യം ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അതിക്രമം കാണിക്കാൻ പോണില്ലെന്ന് ആര് കണ്ടു? എന്റെ പൊന്നെ, എന്നെ വിട്ടേര്, ഞാൻ ഇറങ്ങിക്കോളാം. പ്ലീസ്, ഇനി ഞാൻ ഒരു വേഷം കിട്ടും എടുക്കൂല. അടങ്ങി ഒതുങ്ങി മൂലയ്ക്ക് ഇരുന്നോളാം. പോരെ? ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ, നമുക്ക് പോവാം. കസ്റ്റംസിലാണ് ജോലിയെന്ന് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി. പേര് രവീന്ദ്രനാഥൻ എന്നാണെന്ന് നെയിം ബോർഡിൽ നിന്ന്. താങ്ക്സ്. ചുമ്മാ ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും എന്റെ പേരെന്ന് ചോദിച്ചൂടെ? മിസ് നിർമ്മല മേനോൻ, നിമ്മി എന്ന് വിളിക്കും. മറൈൻ എക്സ്പോർട്ടർ രാഘവ മേനോന്റെ ഒറ്റ സന്താനം. സെക്കൻഡ് ഇയർ BA പഠിക്കുന്നു. പപ്പൻ ചേട്ടനോട് ആരെങ്കിലും പറഞ്ഞോ പറയാൻ? ഇല്ല, നിങ്ങൾ ചോദിച്ചും പറഞ്ഞും വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയ.